ഇടുക്കി അണക്കെട്ടിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ്. ഓണക്കാലത്ത് ഇടുക്കി അണക്കെട്ട് സന്ദർശിക്കാനായി തുറന്നു കൊടുത്തതോടുകൂടിയാണ് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നത്. KSEB ഹൈഡൽ ടൂറിസം വിഭാഗത്തിന്റെ ബഗ്ഗി കാറിലാണ് സഞ്ചാരികളെ കൊണ്ടുപോകുന്നത്. സുരക്ഷാ പ്രശ്നത്തെ തുടർന്ന് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾക്ക് മുകളിലൂടെ കാൽനട യാത്ര പോലീസ് നിരോധിച്ചിരിക്കുകയുമാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ സന്ദർശകർ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ഓണാവധി ആരംഭിച്ചതോടെയാണ് ഇടുക്കി ഡാം സന്ദർശകർക്കായി തുറന്നു കൊടുത്തത്. 1-ാം തീയതി മുതൽ അണക്കെട്ടിലേക്ക് സഞ്ചാരികളെ കടത്തിവിടാൻ തുടങ്ങി. കർശന സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് സന്ദർശകരെ ഇടുക്കി ചെറുതോണി ഡാമുകളിലേക്ക് കടത്തിവിടുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് സഞ്ചാരികളിൽ ഒരാൾ ഡാമിന് മുകളിൽ 11 താഴിട്ട് പൂട്ടിയത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ചയ്ക്ക് പിന്നാലെയാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയത്. ഇതോടെ ഡാമിലെ കാഴ്ചകൾ ആവോളം ആസ്വദിക്കാനാകുന്നില്ല എന്നാണ് സഞ്ചാരികളുടെ പരാതി. ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ആക്ച്വലി ഇതുപോലത്തെ ഒരു സന്ദർഭം ഇതുവരെ കേരളത്തിലുണ്ടായിട്ട് ഇതുവരെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. നമ്മൾ ബഗ്ഗി ഡ്രൈവറും നല്ല വൃത്തിയായിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ ഇടുക്കി ഡാം തുറക്കാന്ന് കേൾക്കുമ്പോൾ ഇടുക്കി ഡാം അല്ല തുറക്കുന്നത്, ചെറുതോണി ഡാമിന്റെ ഷട്ടറാണ് തുറക്കുന്നത് എന്നാണ് മനസ്സിലായത്. മുതിർന്നവർക്ക് 150 രൂപയും കുട്ടികൾക്ക് 100 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. 8 ബഗ്ഗി കാറുകളിലായി പരമാവധി 1248 പേർക്ക് മാത്രമേ ഒരു ദിവസം അണക്കെട്ട് കാണാൻ കഴിയൂ. ഹൈഡൽ ടൂറിസം വിഭാഗത്തിന്റെ വെബ്സൈറ്റിൽ സമയം ബുക്ക് ചെയ്ത് ഓൺലൈനായി പണമടയ്ക്കണം. ഓൺലൈനായി ബുക്ക് ചെയ്യാതെ എത്തുന്നവർ നിരാശരായി മടങ്ങുന്ന കാഴ്ചയും ഇവിടെ കാണാം. എന്നിരുന്നാലും ഡാം കാണാനായതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരുടെയും മടക്കം. ഞങ്ങൾ ഇന്നലെ 7 പേരോളം വന്നിട്ട് ഞങ്ങൾ തിരിച്ച് ബുക്ക് ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് ഇന്ന് വീണ്ടും വന്നതാണ് ഇടുക്കി ഡാം കാണാനായിട്ട്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ വണ്ടിയെ കയറ്റി 7 പേര് വണ്ടിയെ കയറി ഞങ്ങൾ പോയി. ഒരു ഏകദേശം ഒരു 15 മിനിറ്റോളം ചെലവഴിക്കാനുള്ള സംവിധാനം പോലും കഷ്ടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ആർച്ച് ഡാം അങ്ങേയറ്റം വരെ ഒന്ന് കാണാനും പറ്റിയില്ല. ആർച്ച് ഡാമിന്റെ ഒരു കാൽഭാഗം ചെന്ന് മെയിൻ്റനൻസ് പണി നടക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറ്റിയും വിടുന്നില്ല. ആർച്ച് ഡാം ഒന്നും ശരിക്കും കാണാൻ പറ്റിയില്ല, ഗുഹയും കാണാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് തിരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ തിരിച്ച് പോരുകയും ചെയ്തു. എന്നോർത്തുകൊണ്ട് നമുക്ക് ഡാം കാണാൻ സാധിച്ച സന്തോഷമുണ്ട്, ഇല്ലാതില്ല. ഇതിനു പുറമെ ഡാമിനുള്ളിൽ വനം വകുപ്പിന്റെ ബോട്ടും സർവീസ് നടത്തുന്നുണ്ട്. സന്ദർശകരെ ഫോൺ, ബാഗ്, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുമായി ഡാമിലേക്ക് കടത്തി വിടുന്നുമില്ല. നവംബർ 30 വരെയാണ് സന്ദർശകർക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ജനം, ഇടുക്കി.